സാധാരണ ഞാൻ എല്ലാ മാരത്തോൺ റേസ് കഴിഞ്ഞാൽ ഒരു റേസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ ഞാൻ നല്ല ടയർഡായിരുന്നു. കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഓടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ആകെ 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ട്രെയിനിങ് റണ്ണിൽ പോകുന്ന റൂട്ടൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നലെ ഓടിയത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് 10K ഓടി ഇവൻറ്റ്സിൽ ഒന്നായിരുന്നു UST ട്രിവാൻഡ്രം മാരത്തോൺ. അതേ ഇവൻറ്റിൽ ഒരു ഹാഫ് മാരത്തോൺ ഓടുന്ന എക്സൈറ്റ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലായിരുന്നു. 2 മണിക്കൂറാണ് ഞാൻ ആകെ റേസിന് മുന്നേ ഉറങ്ങിയത്. അതുകൊണ്ട് ഇന്നലെ വന്നപ്പോൾ നല്ല ടയർഡായതുകൊണ്ട് തന്നെ കൂടുതലും ഉറങ്ങിയൊക്കെയാണ്, റെസ്റ്റ് എടുത്തൊക്കെയാണ് ഡേ ഇന്നലെ സ്പെൻഡ് ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. പക്ഷേ ഇന്നത്തെ റേസ് റിപ്പോർട്ട് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഓക്കെ PR അടിച്ചു, മെഡൽ കിട്ടി, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാളും എല്ലാം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന പടം ഇത് എൻ്റെ തന്നെ ഏറ്റവും കുട്ടി ഫോളോവേഴ്സിൽ ഒരാളായ ദിൽബറുവിൻ്റെ മോൻ അർമാൻ വരച്ചെന്ന പടമാണ്. അപ്പോൾ ഇന്നലെ റേസിന് പോയി റേസ് ഫിനിഷ് ചെയ്തു മെഡൽ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിനേക്കാളും എല്ലാം ഞാൻ എക്സൈറ്റഡ് ആയത് ഈ ഒരു ക്യൂട്ട് പടം കണ്ടിട്ടാണ്. എന്നെ വരച്ചതാണ്, റാൽഫ് അങ്കിൾ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഞാൻ Instagram അക്കൗണ്ട് തുടങ്ങിയത് നിങ്ങളുടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത സമയത്ത് വെറുതെ നിന്നപ്പം ചുമ്മാ ഒരു ഇൻട്രസ്റ്റിൽ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. അതിന്ന് ഇത്രയും വലിയ കമ്മ്യൂണിറ്റി ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ തന്നെ റേസിന് പോയ സമയത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടു, കുറേ പേരൊന്ന് ഫോട്ടോ എടുത്തു, കുറേ പേര് വന്ന് എൻ്റെ ടിപ്സൊക്കെ അവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായി, ഇന്നത്തെ റണ്ണ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഒരു കിട്ടുന്ന സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പം മെസ്സേജായിട്ട് ഒരുപാട് പേര് അയക്കാറുണ്ട് ഷൂസിനെ പറ്റിയുള്ള ടിപ്സ് അല്ലെങ്കിൽ റണ്ണിങ്ങിനെ പറ്റിയുള്ള ടിപ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആധികാരികമായ ആൻസർ പറയാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. കാരണം ഞാൻ റണ്ണിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചൊക്കെ അവർക്ക് ഇങ്ങനെ ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഓക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റിപ്ലൈ പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം, എനിക്കതുപോലെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് റണ്ണിങ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നു എന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി ഇങ്ങനെ റീലിട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിനും നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിനും എല്ലാം ഒരു താങ്ക്സ് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. റേസിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കോഴ്സായിരുന്നു. എലവേഷൻ പ്രൊഫൈൽ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓടിയൊരു റൂട്ടാണ്. അടുത്ത വർഷം UST ട്രിവാൻഡ്രത്ത് ഒരു ഹാഫ് മാരത്തോൺ നടന്ന ഈ സെയിം റൂട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് രജിസ്റ്റർ ചെയ്യും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട റൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. ഞാൻ എന്തായാലും ആ മെസ്സേജ് കാണുമ്പോഴത്തേക്കും ഞാൻ റിപ്ലൈ അയക്കും. ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. സോ ചിലപ്പോൾ ഞാൻ ഒരു ഡിലേ ഒക്കെ വരും മെസ്സേജിന് റിപ്ലൈ അയക്കും. പക്ഷേ ഞാൻ കാണുന്ന മെസ്സേജിനെല്ലാം ഞാൻ റിപ്ലൈ അയക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.